കടക്കെണിയൊക്കെ ജനങ്ങൾക്ക് 5 ലക്ഷം മുടക്കി ജീവനക്കാർക്ക് ധനമന്ത്രിയുടെ വക വിരുന്ന്. ഉദ്യോഗസ്ഥരെ ഗസ്റ്റ് ഹൗസിലെത്തിക്കാൻ പ്രത്യേക ബസ്സും. സാമ്പത്തിക പ്രതിസന്ധി ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് രൂക്ഷമായി കേരളത്തെ പിടിമുറുക്കിയിരിക്കുന്നത്. ജനങ്ങളെ വലച്ചിട്ടാണെങ്കിലും സർക്കാരിന്റെ ദൂരത്തിന് ഒരു കുറവുമില്ല. 5 ലക്ഷം രൂപ ചിലവിൽ ധനമന്ത്രി ജീവനക്കാർക്ക് വിരുന്നൊരുക്കുന്നുണ്ട്. ബജറ്റ് തയ്യാറാക്കലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ധനകാര്യം, നികുതി, GST, കമ്മീഷണറേറ്റ്, ഗവൺമെന്റ് പ്രസ് തുടങ്ങിയ വിഭാഗങ്ങളിലെ ജീവനക്കാർക്കാണ് ധനമന്ത്രിയുടെ വക വിരുന്ന്. തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ 750 പേർക്കുള്ള വിരുന്നാണ് നടക്കുന്നത്. 5 ലക്ഷം രൂപയാണ് ചിലവ്. ധനവകുപ്പിൽ നിന്ന് മാത്രം 40ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. ജോയിന്റ് സെക്രട്ടറി മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥരെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ ഗസ്റ്റ് ഹൗസിൽ എത്തിക്കാൻ പ്രത്യേക ബസ്സും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനിടെ കേരള ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയിട്ട് 4 ദിവസമായി. ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കെയാണ് ഇത്തരം ധൂർത്തുകൾ എന്നതാണ് ഏറ്റവും വലിയ ആക്ഷേപം. ഏതായാലും സർക്കാർ ജീവനക്കാരുടെ ശമ്പളം ഉച്ചയോടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുമെന്നാണ് ധനവകുപ്പ് പറയുന്നത്. ശമ്പളം ലഭിച്ചില്ലെങ്കിൽ നിരാഹാര സമരം ആരംഭിക്കാനാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ തീരുമാനം. മുഴുവൻ ജീവനക്കാർക്കും ശമ്പളം ലഭിക്കും വരെ സമരം തുടരുമെന്നാണ് പ്രഖ്യാപനം. ജീവനക്കാരെ ബലിയാടാക്കി സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ അനുവദിക്കില്ലെന്ന് സംഘടനകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ സർക്കാരിന്റെ പക്കലുള്ള പണം ജീവനക്കാരുടെ അക്കൗണ്ടിലേക്ക് എത്തുകയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് പ്രതിസന്ധിയിലേക്ക് നീങ്ങും. ഓവർ ഡ്രാഫ്റ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ട്രഷറിയിൽ പണം നിലനിർത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗം കൂടിയാണ് ശമ്പളം മുടങ്ങിയതെന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയത് സർക്കാരിന് തീരാ നാണക്കേടായതോടെ ശമ്പള പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം വേഗത്തിലാക്കുന്നുമുണ്ട്. ഏതായാലും ഇപ്പോൾ സമരം ചെയ്തില്ലെങ്കിൽ KSRTC ജീവനക്കാരുടെ അവസ്ഥയാകുമെന്ന് സെക്രട്ടേറിയറ്റ് കൗൺസിൽ പറയുന്നു. അതിനാലാണ് ഉപവാസ സമരം ഉൾപ്പെടെയുള്ള സമരത്തിലേക്ക് സംഘടന കടക്കുന്നത്. നിലവിൽ ട്രഷറിയിലുള്ള പണം ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയാലും അതെടുക്കാൻ കഴിയാത്ത അവസ്ഥ കൂടിയുണ്ട്. അത് വിനിയോഗിക്കാനുള്ള അവകാശം ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ഇതിനിടെ ബജറ്റ് തയ്യാറാക്കിയ ധനവകുപ്പിലെ ജീവനക്കാർക്ക് മന്ത്രി വിരുന്നൊരുക്കുന്നത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ്.